ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വെക്കേഷനാണ്, അവർ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ. അതുപോലെ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2-3 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവില്ലാത്ത മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ആ ഒരു മസാലയൊക്കെ, ആ ഒരു മസാലപ്പൊടിയൊക്കെ വെളുത്തുള്ളിയിലൊക്കെ ആകുന്നതോടെ വരെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചേക്കുന്ന കുട്ടികളൊക്കെ കഴിക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ഒരു മിക്സ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കരിഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറണം, ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി വെളുത്തുള്ളിയൊക്കെ ചേർത്തതാണ്. ഇനി നമുക്കതിലേക്ക് ഒരു സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വരണം. നമ്മുടെ മസാലയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സവോളയാണ്. അത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഞാനതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലുപ്പമുള്ള 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് മുട്ടയിൽ മാറ്റം വരുത്തുക. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇവിടെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ്, വെറൈറ്റി ആയിട്ട്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നില്ല, വീട്ടിലുണ്ട്, അവർക്ക് ചോറൊക്കെ തിന്ന് മടുക്കുമെന്ന് പറയുവാണെങ്കിൽ, വേണ്ടെന്ന് പറയുവാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് കേട്ടോ. മുട്ടയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് നമ്മൾ തലേന്ന് വേവിച്ച് വെക്കുവാണെങ്കിൽ വളരെ ഈസിയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് വേവിച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നോടം വരെ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.